നമ്മുടെ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗമുണ്ട്. ഈ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന പേഷ്യൻസ് പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ട് അവർ എങ്ങനെയാണ് അകത്തേക്ക് വരേണ്ടതെന്ന് റോഡിൽ നിന്ന് നല്ല ഐഡൻറ്റിഫിക്കേഷൻ ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിനകത്തേക്ക് ഒരു ലൈറ്റൊക്കെ ഇട്ട് ബ്ലിങ്ക് ചെയ്യുന്ന അവസ്ഥയിൽ വരുന്ന കാറായാലും ആംബുലൻസ് ആണെങ്കിലും അത് കൊണ്ട് നിർത്തി പേഷ്യൻറ്റിനെ ഇറക്കുന്ന സംവിധാനം മുതൽ അവിടെ അകത്ത് ആ പേഷ്യൻറ്റിനെ ഇനിഷ്യൽ അസസ്മെൻറ്റ് നടത്തി കിടത്തി ട്രയാജ് സെഗ്രിഗേറ്റ് ചെയ്ത് അവരെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് സുഖപ്പെടുത്തി വീട്ടിലേക്കോ അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെൻറ്റിന് പുറത്ത് മറ്റൊരു സ്ഥലത്തേക്കോ വിടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനെ കുറിച്ചും നമ്മുടെ ഹോസ്പിറ്റൽ അത്തരത്തിലുള്ളൊരു ഡോക്യുമെൻ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ ഒരു ഡെത്ത് ഓൺ അറൈവൽ അല്ലെങ്കിൽ വന്ന ഉടനെ മരിച്ചുപോയ പേഷ്യൻസ് പലപ്പോഴും നമുക്ക് തലവേദനയായി മാറുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ആ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് എങ്ങനെയെന്നും ഒക്കെ ചേർത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് NABH 6th എഡിഷൻ. അതിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള കെയർ ഓഫ് പേഷ്യൻസ് COP2. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. യൂണിഫോം കെയർ ഉണ്ടാവണം. യൂണിഫോം ഇട്ടാലും സാരമില്ല, പക്ഷെ കെയർ യൂണിഫോം ആയിരിക്കണം. അപ്പം നമുക്ക് ഇവിടെ രണ്ടാമത്തെ കാര്യത്തിൽ വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. എമർജൻസി പേഷ്യൻസിനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. COP2 says that emergency services are provided in accordance with written guidance, applicable laws and regulations in our state or country. നമുക്ക് നിയമാനുസൃതമായി കൈകാര്യം ചെയ്യേണ്ട പേപ്പർ വർക്കുകൾ, മെഡിക്കോ ലീഗൽ കേസ് ആകാം ഒരു എമർജൻസി നാളെ. സോ ആ പോലീസിനെ ഇൻറ്റിമേറ്റ് ചെയ്യണം, അത് പ്രോപ്പർ ടൈമിൽ ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം, എന്ത് സംഭവിച്ചതാണെന്ന് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം, എപ്പോൾ ആര് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം നമ്മുടെ കയ്യിൽ. നമുക്കെല്ലാം ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്തു പോകാൻ ഹോസ്പിറ്റൽ വളരെ ഈസിയാണല്ലേ, ഡോക്യുമെൻ്റ് റൈറ്റേഴ്സാണ് നമ്മൾ പലപ്പോഴും. പക്ഷെ നമുക്ക് വേണ്ടിയുള്ളൊരു ഡോക്യുമെൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. COP2 അതിൽ നമ്മൾ കാണുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ, നമുക്ക് ഇത്തരത്തിൽ വന്നൊരു പേഷ്യൻറ്റിനെ ട്രയാജ് ചെയ്യാൻ കൃത്യമായ മാനദണ്ഡം നമുക്കുണ്ടാകണം. അങ്ങനെ ട്രയാജ് ചെയ്തപ്പോൾ നമ്മൾ റെഡിലോ യെല്ലോയിലോ ഗ്രീനിലോ കിടത്തിയിട്ടുണ്ടാവും. അത് 3 വേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 വേ ആണെങ്കിൽ നമുക്ക് പിന്നീട് വൈറ്റും ബ്ലൂ ഒക്കെ വരുന്നുണ്ട്. സോ അതിനെ റീഅസസ് ചെയ്ത് പീരിയോഡിക്കലി ആ സ്റ്റാറ്റസ് റെഡിൽ നിന്ന് യെല്ലോയിലേക്ക് പോകണോ ഗ്രീനിലേക്ക് പോകണോ എന്ന് റീഅസസ് ചെയ്ത് ആ സ്റ്റാറ്റസ് നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണം. അതുപോലെ നമുക്ക് ആ എമർജൻസിയിൽ വന്ന പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉത്സവ സീസണിലൊക്കെയാണ് ഒരു അപകടം പറ്റിയ ഒരാളിനെ കൊണ്ടുവരുന്നെങ്കിൽ ആ ഉത്സവത്തിനെത്തിയ ബന്ധുമിത്രാദികളെല്ലാം ഇങ്ങ് വരും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്. ഇനി മാസ് ഇഷ്യൂസ് ഉണ്ടാകും. ഒരു ബസ് ആക്സിഡൻറ്റ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ടായി. 8, 10, 15, 20, 30 പേര് ചിലപ്പം ഫസ്റ്റ് എയ്ഡിനായിട്ടും മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നതിനായിട്ടും നമ്മുടെ എമർജൻസി മെഡിസിനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ ഓവർ ക്രൗഡ്, അത് ബൈസ്റ്റാൻഡറുടെ ക്രൗഡ് ആണെങ്കിലും പേഷ്യൻറ്റിൻ്റെ ക്രൗഡ് ആണെങ്കിലും എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിന് നമുക്ക് കൃത്യമായ മാനദണ്ഡമാണ്. ക്യൂ മാനേജ്മെൻറ്റ് ഫെസിലിറ്റീസ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാകുമ്പോൾ വളരെ മാസ് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യാൻ സമയമെടുക്കുന്നതിന് മുമ്പ് അവരെ ഒരു നോട്ടത്തിൽ നമുക്ക് ട്രയാജ് ഡിസൈഡ് ചെയ്യാൻ പറ്റണം, ഒരു വിഷ്വൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റണം. അവർ ഡിസ്ചാർജ് ആയി ഇവിടുന്ന് പോകുമ്പോഴോ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോഴോ ഡിസ്ചാർജ് സമ്മറിയോ ട്രാൻസ്ഫർ ഡോക്യുമെൻറ്റോ കൊടുത്തു വിടാൻ കഴിയണം. പിന്നീട് തന്നയക്കാമെന്നല്ല, മെയിൽ ചെയ്തേക്കാമെന്നല്ല, കയ്യിൽ കൊടുത്തു വിടാൻ നമുക്ക് കഴിയണം. ഇത്തരത്തിൽ ഒരു എമർജൻസിയായ സാഹചര്യത്തിൽ നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെയാണ് പേഷ്യൻറ്റിനെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടത്, പറഞ്ഞു വിടേണ്ട സംവിധാനം എങ്ങനെയാണ്, അകത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. COP2